ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ആരും കമൻറ്റ് ബോക്സിൽ ഒന്നും തന്നെ പിന്നീട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ക്ലാസ് ഫസ്റ്റ് നിങ്ങൾ നോക്കി പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി നമുക്ക് പഠിക്കാനുള്ള ഇത് നമ്മൾക്ക് ശരിയാക്കാം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും ഹിന്ദി തന്നെ സംസാരിക്കാൻ ശ്രമിച്ചോളണം കേട്ടോ. അത് നാവിൻ്റെ തുമ്പിൽ വരുത്തിയാലാണ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തത് നിങ്ങൾ അത് സംസാരിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഞാൻ. ഒന്നും തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടിട്ടില്ല. ഏതായാലും അടുത്ത ക്ലാസ്സിലേക്ക് എന്നാൽ പോകട്ടെ. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹായ്, നമസ്കാർ. हिंदी आद्यम नमस्कार, नमस्कार जी ऐसा बोलना चाहिए, ठीक है. ओके. आज रोज कितने बजे दफ्तर जाते हैं? आज रोज कितने बजे दफ्तर जाते हैं? അതെന്താണ് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, റോജ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, കിത്തനെ എത്ര, ബജെ മണിക്കൂർ, കിത്തനെ ബജെ മണി കേട്ടോ. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസ്, ജാത്തേ ഹെ പോകുന്നത് കേട്ടോ. അപ്പം ആജ് റോജ് കിത്തനെ ബജെ ദഫ്തർ ജാത്തേ ഹെ. അപ്പോൾ അത് ഉത്തരം എന്താ പറയേണ്ടത്? മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. കണ്ട, ഞാൻ പറഞ്ഞു മേം വരുമ്പോൾ ഹൂം വരണം. അപ്പം മേം 10 ബജെ റോജ് ജാത്താ ഹൂം. കണ്ട, മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. അങ്ങനെ പറയണം കേട്ടോ. മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. आज आप रोज कितने बजे जाते हैं? आप रोज दफ्तर कितने बजे जाते हैं? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? താങ്കൾ എല്ലാ ദിവസവും എത്ര മണിക്കാണ് ഓഫീസിൽ പോകുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് ഉത്തരം പറയേണ്ടത് മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ 10 മണിക്ക് ഓഫീസിൽ പോകും കണ്ട, ജാത്താ ഹൂം കേട്ടോ. പിന്നെ ആപ്പ് കിത്തനെ ബജെ ലൗട്ടെ ഹെ? ആപ്പ് കിത്തനെ ബജെ ലൗട്ടെ ഹെ? ലൗട്ടെ മീൻസ് വാപ്പസ് എന്ന് പറയുമ്പോൾ മടങ്ങി വരുന്നത്, അതാണ് ലൗട്ടെ, മടങ്ങി വരുന്നത്. ആപ്പ് റോജ് കിത്തനെ ബജെ ലൗട്ടെ ഹെ? അപ്പം നിങ്ങൾ എത്ര മണിക്കാണ് വരുന്നത്, മടങ്ങി വരുന്നത് എത്ര മണിക്കാണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം മേം ഷാം കോ 5 ബജെ ലൗട്താ ഹൂം. മേം ഷാം കോ 5 ബജെ ലൗട്താ ഹൂം. മേം ഷാം കോ എന്ന് പറയുമ്പോൾ വൈകുന്നേരം, ഈവനിങ്. മേം ഷാം കോ 5 ബജെ, 5 എന്ന് പറയുമ്പോൾ 5 ബജെ ലൗട്താ ഹൂം കേട്ടോ. അതാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അക്കങ്ങൾ അറിയാലോ. 1 2 3 4 എന്നുള്ളത് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയേണ്ടത്? ഞാനൊരു 25 വരെ നിങ്ങളൊന്ന് പഠിപ്പിക്കാം കേട്ടോ. അത് അതേപടി നിങ്ങൾ എന്നിട്ട് റിപ്പീറ്റ് ചെയ്യണം വായിൽ കേട്ടോ. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. അപ്പോൾ 25 വരെ നിങ്ങൾ കറക്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അത് എപ്പോഴും യൂസ്ഫുള്ളാണ്. അത് ആ അക്കങ്ങൾ ഹിന്ദിയിൽ പഠിച്ചിരിക്കണം കേട്ടോ. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17
18, 19, 20, 21, 22, 23, 24, 25. കണ്ടോ? ഈ 25 എന്ന് പറയുമ്പോൾ 25 ആണ് അവിടെ വരുന്നത്. ആ 25 വരെ നിങ്ങളവിടെ പഠിച്ചിരിക്കണം. പിന്നെ വേറൊരു അക്കങ്ങളുണ്ട് 50. 50 എന്ന് പറയുമ്പോൾ 50. 50 അത് എപ്പോഴും യൂസ്ഫുള്ളാണ്. ചില കടകളിൽ നമ്മൾ പോകുമ്പോൾ 50 രൂപ എന്ന് പറയും. 50 എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 50 രൂപ 50 കേട്ടോ, 50 രൂപ. 75 എന്ന് പറയുമ്പോൾ അത് എത്രയാ? 75. 75 75 അതൊക്കെ ഓർത്തോണം. അപ്പോൾ 25 എപ്പോഴും യൂസ്ഫുള്ളാണ്. 50 50, 75 75. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഇതെല്ലാം പഠിച്ചോളണം. 1 മുതൽ 25 വരെയും പിന്നെ 50, 75 അത് എപ്പോഴും യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി അത് നമ്മൾ പഠിക്കണം കേട്ടോ. അതൊക്കെ ഇത് യൂസ്ഫുള്ളാക്കി ഞാൻ തരുവാണ്. അപ്പം അത് ഇപ്പം 5 ബജെ കണ്ട. മേം आप कितने बजे लौटते हैं? मैं शाम को 5 बजे लौटता हूँ. मैं शाम को 5 बजे लौटता हूँ കേട്ടോ. ഞാൻ വൈകുന്നേരം 5 മണിക്കാണ് മടങ്ങി വരുന്നത്. ലൗട്താഹും മടങ്ങി പോകുന്നത് കേട്ടോ. അതങ്ങനെ പറയണം, ലൗട്താഹും. പിന്നെ ആപ്കോ छुट्टी कब मिलती है? आपको छुट्टी कब मिलती है? നിനക്ക് എപ്പോഴാണ് ഹോളിഡേ കിട്ടുന്നത്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. आपको छुट्टी कब मिलती है? അപ്പോൾ ഉത്തരം പറയേണ്ടത് मुझे हर इतवार छुट्टी मिलती है. मुझे हर इतवार छुट्टी मिलती है. ഇതവാർ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇതവാർ. അതും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. ഇതവാർ കേട്ടോ. ഇതവാർ അത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. പിന്നെ രവിവാർ, സോമവാർ, മംഗൾവാർ, ഗുരുവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ എന്ന് പറയണതാണ് ഇതവാർ കേട്ടോ. ഹർ ഇതവാർക്കോ ചുട്ടി മിൽത്തി ഹേ കണ്ടോ. രവിവാർ എന്ന് പറയുമ്പോൾ സൺഡേ കേട്ടോ. അത് അപ്പോൾ രവിവാർ, സോമവാർ എന്ന് പറയുമ്പോൾ മൺഡേ. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ കേട്ടോ. ഇത് ഓർത്തോളണം കേട്ടോ. അപ്പോൾ മുझे ഹർ ഇതവാർ ചുട്ടി മിൽത്തി ഹൈ. എനിക്ക് എല്ലാ ശനിയാഴ്ചയും ചുട്ടി മിൽത്തി ഹൈ, ഹോളിഡേ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ അടുത്തത് പറയാനുള്ളത് ആപ്കാ മാലിക് കോൻ ഹേ. മാലിക് എന്ന് പറയുമ്പോൾ ഓണർ. ആപ്കാ മാലിക് കോൻ ഹേ. അവിടെ എന്താ പറയേണ്ടത്? എൻ്റെ ഓണർ ആരാണ്? മേരാ മാലിക് രാം ദയാൽ ഹേ. അപ്പോൾ രാം ദയാൽ ഹേ. മേരാ മാലിക് രാം ദയാൽ ഹേ. അവൻ്റെ പേരെന്താണ് അത് പറയുക. മേരാ മാലിക് രാം ദയാൽ ഹേ. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഓണറിൻ്റെ പേര് എന്താണാവോ അതവിടെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾക്ക് പഠിക്കണം ഇന്ന്. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. ആപ്പ് റോജ് കിത്തനെ ബജെ ദഫ്തർ ജാത്തെ ഹേ? ആപ്പ് റോജ് കിത്തനെ. ആപ്പ് എന്ന് പറയുമ്പോൾ താങ്കൾ. റോജ് എല്ലാ ദിവസവും. കിത്തനെ ബജെ എത്ര മണിക്ക്. കിത്തനെ ബജെ ദഫ്തർ ജാത്തെ ഹേ അത് പറയണേ. അപ്പോൾ അതിന് ഉത്തരം എന്താണ്? മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. മേം വരുമ്പോൾ ഹൂം വരണം കേട്ടോ. മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. ഞാൻ എത്ര മണിക്കാണ് പോകുന്നത് അതവിടെ പറയണം. 10 ബജെ അല്ലെങ്കിൽ 8 മണിക്കാണ് 8 ബജെ. അതാണ് ഞാൻ അക്കങ്ങൾ പഠിപ്പിച്ചത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേം 10 ബജെ ദഫ്തർ ജാത്താ ഹൂം. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. പിന്നെ അടുത്തത് ആപ് കിത്തനെ ബജെ ലൗട്ത്തെ ഹേ. മടങ്ങി വരുന്നത് എപ്പോഴാണ്? ലൗട്ത്തെ മടങ്ങി വരുന്നത്. ആപ് കിത്തനെ ബജെ ലൗട്ത്തെ ഹേ. അപ്പോൾ അത് താങ്കൾ മടങ്ങി വരുന്നത് എത്ര മണിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേം ഷാം കോ 5 ബജെ ലൗട്താ ഹൂം. മേം ഷാം കോ 5 ബജെ ലൗട്താ ഹൂം. ഞാൻ വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു പോകും കേട്ടോ. അതാണ് ലൗട്താ ഹൂം. ഷാം കോ. ഷാം എന്ന് പറയുമ്പോൾ ഈവനിങ്, വൈകുന്നേരം കേട്ടോ.
അത് പറയണം. പിന്നെ അതിന് ശേഷം ആപ്കോ ചുട്ടി കബ് മിൽത്തി ഹെ, എനിക്ക് നിനക്ക് ഹോളിഡേ എന്നാ കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആപ്കോ താങ്കൾക്ക്, ചുട്ടി ചുട്ടി എന്ന് പറയുമ്പോൾ ഹോളിഡേ, ചുട്ടി, കബ് എപ്പോൾ, മിൽത്തി ഹെ എപ്പോൾ എപ്പോഴാണ് നിനക്ക് ഹോളിഡേ കിട്ടുന്നത്, അതാണ് മിൽത്തി കേട്ടോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം മുജെ ഹർ ഇതവാർക്കോ, എല്ലാ ശനിയാഴ്ച, ഹർ എല്ലാ ശനിയാഴ്ചയും ചുട്ടി മിൽത്തി ഹെ. മുജെ ഹർ ഇതവാർ ചുട്ടി മിൽത്തി ഹെ, മുജെ ഹർ ഇതവാർ ചുട്ടി മിൽത്തി ഹെ. ആപ്ക മാലിക് കോൻ ഹെ, താങ്കളുടെ ഓണർ ആരാണ്, അതാണ് ചോദിക്കുക. ആപ്ക മാലിക് കോൻ ഹെ, അത് ചോദിച്ചോളണം. ആപ്ക മാലിക് കോൻ ഹെ, താങ്കളുടെ ഓണർ ആരാണ്. അപ്പോൾ ഉത്തരം എന്താ പറയേണ്ടത്? മേരാ മാലിക് രാം ദയാൽ ഹെ, മേരാ മാലിക് രാം ദയാൽ ഹെ. അപ്പോൾ ഇത്രയും ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു 2-3 ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം. ആപ്ക ഭായി കൈസാ ഹെ, ഇപ്പം നമ്മൾ ചോദിക്കുമല്ല, ഇപ്പം ആരോടെങ്കിലും ഇപ്പം ചോദിക്കുമ്പോൾ നിൻ്റെ ബ്രദർ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കില്ലേ, അതിനെന്താ ചോദിക്കേണ്ടത്? ആപ്ക ഭായി കൈസാ ഹെ, ആപ്ക ഭായി കൈസാ ഹെ, മേരാ ഭായി അച്ഛാ ഹെ, എൻ്റെ അനിയൻ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്രദർ, അനിയനാവട്ടെ ബ്രദറാവട്ടെ ചേട്ടനാവട്ടെ കേട്ടോ, അതാണ് അവിടെ ഭായി എന്ന്. ബടാ ഭായി എന്ന് പറയുമ്പോൾ മൂത്ത ചേട്ടൻ, അതാണ് ബടാ ഭായി. അപ്പോൾ മേരാ ഭായി അച്ഛാ ഹെ, ഒരു കുഴപ്പമില്ല, സബ് കുച്ച് ठीक ठाक है, എല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്കെ കിത്തനെ ഭായി ഹെ, ആപ്കെ കിത്തനെ ഭായി ഹെ, താങ്കൾക്ക് എത്ര അനിയന്മാർ ചേട്ടന്മാരും ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഭായി ഹെ, അപ്പോൾ എന്താ പറയേണ്ടത്? മേരെ 4 ഭായി ഹെ. ആരും ഇല്ലെങ്കിൽ മുജെ ഭായി കുച്ച് ഭി നഹി ഹെ, അല്ലെങ്കിൽ ആരും തന്നെ ഇല്ല, അതാണ് कोई नहीं है, कोई नहीं है, ആരുമില്ല, कोई नहीं है കേട്ടോ. പിന്നെ അടുത്തത് മേം ക്യാ കർത്തേ ഹെ, വേ ക്യാ കർത്തേ ഹെ, അവരെല്ലാം എന്ത് ചെയ്യുന്നു? വേ ക്യാ കർത്തേ ഹെ, വേ ക്യാ കർത്തേ ഹെ, അതാണ് അവിടെ ചോദിക്കുന്നത്. വേ ക്യാ കർത്തേ ഹെ, വേ പഠ് രഹേ ഹെ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരെന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് അവിടെ. സ്കൂളിൽ പോകണേ അത്, അല്ലെങ്കിൽ കോളേജിൽ പോവുകയാണെങ്കിൽ അത്. അപ്പോൾ എന്താ പറയേണ്ടത് അവിടെ? വേ പഠ് രഹേ ഹെ, കണ്ടോ, അത് പറയണം. അപ്പോൾ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആപ്കാ ഭായി കൈസാ ഹെ, നിങ്ങളുടെ ഭായി എങ്ങനെയുണ്ട്, അതാണ് അവിടെ ചോദിച്ചത്. എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതാണ് ആ ചോദിക്കുന്നത്. ആപ്കാ ഭായി കൈസാ ഹെ, അല്ലെങ്കിൽ പനി ഉണ്ടെങ്കിലും ചോദിക്കാം. ഇപ്പോൾ അവന് പനിയുണ്ട്, ഇപ്പോൾ ആപ്കാ ഭായി കൈസാ ഹെ എന്ന് ചോദിക്കാം അല്ലേ. പനിക്ക് എന്തെന്നാ പറയണത്? ബുഖാർ. ആപ്ക ഭായിക്കോ ബുഖാർ ഥാ അഭി കൈസേ ഹെ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ മേരാ ഭായി അച്ഛാ ഹെ, എൻ്റെ അനിയൻ ഒരു കുഴപ്പമില്ല, അതാണ് അച്ഛാ ഹെ. അച്ഛാ ഹെ, ഒരു കുഴപ്പമില്ല, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആപ്കാ ഭായി കൈസാ ഹെ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്? മേരാ ഭായി അച്ഛാ ഹെ. പിന്നെ ആപ്കെ കിത്തനെ ഭായി ഹെ, എത്ര ഭായിമാർ എന്ന് വെച്ചാൽ എത്ര അനിയന്മാർ എത്ര ചേട്ടന്മാർ ഉണ്ടെന്നാണ് ചോദിച്ചത്. ആപ്കെ കിത്തനെ ഭായി ഹെ, മേരെ 4 ഭായി ഹെ, മേരെ 4 ഭായി ഹെ, 4 അനിയന്മാരുണ്ട്. മേരെ 4 ഭായി ഹെ, 4 എന്ന് പറയുമ്പോൾ 4, 4 ഭായി ഹെ, എനിക്ക് 4 അനിയന്മാരുണ്ട്, അതാണ് അവിടെ പറഞ്ഞത്. 4 ഭായി ഹെ. വേ കൈസ ക്യാ കർത്തേ ഹെ, വേ ക്യാ കർത്തേ ഹെ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? വേ പഠ് രഹേ ഹെ, വേ പഠ് രഹേ ഹെ, അതവിടെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ